മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലെ തർക്കം പരിഹരിക്കാൻ ഇടപെടലുമായി ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. इन सबको बुला के चर्चा करता हूं. उस चर्चे में राहुल गांधी भी रहेंगे और मेरे हमारे दूसरे मेंबर्स भी रहेंगे, CM भी रहेंगे और हमारे डिप्टी चीफ मिनिस्टर रहेंगे. तो इन सबको बुला के चर्चा करने के बाद निर्णय होगा. ചർച്ചയ്ക്കായി ഹൈക്കമാൻഡ് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ലെന്നും ആവശ്യപ്പെട്ടാൽ ഡൽഹിയിലെത്തുമെന്നും സിദ്ധരാമയ്യ. So far, High Command has not called me. If they call me, I will definitely go to the Delhi. വിനീത VG ഉണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഫലപ്രാപ്തിയിലെത്തുമോ വിനീത? ഉന്മേഷ്, ഇരു നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട കർണാടക കോൺഗ്രസിനുള്ളിൽ ഒരു കടുത്ത ആശയക്കുഴപ്പവും അത്തരത്തിലേക്കുള്ള ഒരു വലിയ രീതിയിലേക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി നേതാക്കൾ നീങ്ങുന്നതിനിടയിലാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തന്നെ ഇടപെടുന്നത്. തുടർന്ന് സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഒരു കൂടിക്കാഴ്ച നടത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കൊരു നിർദ്ദേശം തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് സിദ്ധരാമയ്യ തന്നെ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യമായി ഡൽഹിയിലേക്ക് എത്തണമെന്ന് തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ ആവശ്യപ്പെടുകയാണ് എങ്കിൽ താൻ ഡൽഹിയിലെത്തി നേതാക്കളെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം നേതാക്കളെക്കാളും വലുത് പാർട്ടിയാണ് തനിക്ക് എന്നാണ് DK ശിവകുമാറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ മുഖ്യമന്ത്രി പദം 2.5 വർഷത്തെ ഒരു ടേം ഉണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഈ 2.5 വർഷത്തെ ഒരു ടേം ഉണ്ടായിരുന്നുവെന്നും ആ ടേം ഇപ്പോൾ സിദ്ധരാമയ്യ തെറ്റിച്ചു എന്നുമാണ് DK ശിവകുമാർ പക്ഷത്തിന്റെ ആരോപണം. ആ ടേം അനുസരിച്ച് ഇനി മുഖ്യമന്ത്രി പദം DK ശിവകുമാറിന് നൽകണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെ DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന ഒരു 10 MLA-മാർ അവർ ഡൽഹിയിലെത്തി നേതാക്കളുമൊക്കെയായി കൂടിക്കാഴ്ച നടത്താൻ ഒരു നീക്കം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്നും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അത് താൻ അംഗീകരിക്കുമെന്നും സിദ്ധരാമയ്യ തന്നെ വ്യക്തമാക്കുന്നത്. പിന്നാലെയാണ് ഈ വിഷയത്തിൽ ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തന്നെ ഇടപെടുകയും അദ്ദേഹം കർണാടകയിലെത്തി ഇരു നേതാക്കളുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെയായി സംസാരിച്ചതിന് ശേഷം ഈ വിഷയത്തിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനം മാറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കർണാടകയിലെ നിലവിലുള്ള ഒരു ജാതി സമവാക്യങ്ങൾ, നിലവിലൊരു സാമൂഹിക രീതിയൊക്കെ നമ്മൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലേക്കും അടക്കം തെരഞ്ഞെടുപ്പുകൾ കൂടി നേരിടുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഉള്ളൊരു വലിയൊരു മുഖ്യമന്ത്രി സ്ഥാനം അതൊരു മാറ്റത്തിലേക്കൊക്കെ കോൺഗ്രസ് ഒരു അത്തരത്തിലേക്കൊരു നീക്കം നടത്തുമോ എന്നൊക്കെ കൂടിയുള്ളൊരു സംശയം അതുകൂടിയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കേണ്ടത്. ഏതാണെങ്കിലും അതൊരു പക്ഷെ അങ്ങനെ ഒരു നീക്കം നടത്തുകയാണ് എങ്കിൽ അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിച്ഛായയെ ബാധിച്ചേക്കുമോ എന്നൊക്കെയുള്ളൊരു സംശയം നേതൃത്വത്തിനുണ്ട് എന്ന് കൂടി വേണം അവരുടെ നിലവിലെ നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതാണെങ്കിലും ഒരു ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിനീത VG ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.